കുറെ നാളായാലേ നമ്മൾ ഇംഗ്ലീഷ് മിത്രയുടെ ഒരു പോഡ്കാസ്റ്റിൽ വന്നിട്ട് അല്ലേ സൂര്യ? അതെ അതെ ആദ്യമായിട്ടാ സൂര്യ ആദ്യമായിട്ടാണ്. സോ സൂര്യനെയും നമ്മുടെ സ്റ്റുഡൻസിനെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. സോ ഈ പോഡ്കാസ്റ്റിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള കുറെ ഡൗട്ട്സ്, അതുപോലെ കോമെന്റ്സിൽ വരുന്ന കുറെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ആണിത്. അപ്പം നോർമലി ചോദിക്കുന്ന കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന സ്റ്റുഡൻസ്, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക്, അവർക്കാണല്ലോ കൂടുതലായിട്ടും ഡൗട്ട് ഉള്ളത്. പിന്നെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് അല്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എവിടെയാണ് എ ആൻഡ് ദ യൂസ് ചെയ്യുന്നത്? അതെല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാ അല്ലേ? അതെ. ചിലത് എല്ലായിടത്തും എ ചേർക്കും, എല്ലായിടത്തും ആൻ ചേർക്കും, അല്ലെങ്കിൽ എല്ലായിടത്തും ദ ചേർക്കും. ഇപ്പം എവിടെയാ എങ്ങനെയാന്നുള്ളത് ചെറിയ 3 വാക്കുകളാണ്, പക്ഷെ പല സ്റ്റുഡൻസും കൺഫ്യൂഷൻ അറിയില്ല, പലർക്കും അറിയില്ല എവിടെയാണ് യൂസ് ചെയ്യാന്നുള്ളത്. കറക്റ്റ് യൂസേജ് അറിയില്ല. ചിലരുടെ വിചാരം എന്തെങ്കിലും ഒന്നെങ്കിലായിട്ട് എവിടെങ്കിലും യൂസ് ചെയ്യാം, എവിടെ വേണേലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല, അങ്ങനെ ഒരു ധാരണയുള്ളവരുണ്ട്. കേൾക്കുമ്പോൾ കറക്റ്റ് ഏതാണോ തോന്നുന്നത് അത് വെച്ച് യൂസ് ചെയ്യാം. ഏതാ സൗണ്ട് ചെയ്യുമ്പം ഇതാ ഭംഗി, അപ്പം അതങ്ങനെ ആ ഒരു ഐഡിയ ഉണ്ട്. സോ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പം ഈ എ ആൻഡ് ദ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെയല്ല. പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കണം കറക്റ്റായിട്ട് എവിടെ. ചില സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയി സംസാരിക്കുമ്പോൾ നമ്മളിത് മിസ്റ്റേക്ക് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് എ അല്ലേ? എ. നമ്മൾ മലയാളത്തിൽ ഒരു എന്ന് പറയില്ലേ? ഒരു വീട്, ഒരു നാട്, ഒരു കാട്, സെയിം മീനിങ് ആണ്, ഒരു എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഡിഫറൻസ് എന്താ സൂര്യ? അപ്പോൾ എ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയാണ്, ആൻ യൂസ് ചെയ്യുന്നത് വവൽ സൗണ്ട്സിന്റെ കൂടെയാണ്. എന്താ ഈ കോൺസണൻസ്, എന്താ ഈ വവൽ? സി നമ്മൾ ആൽഫബറ്റ് എടുക്കുകയാണെങ്കിൽ, ലെറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ എ, അതുപോലെ തന്നെ ഇ, ഐ, ഒ, യു, ഇത് വവൽസ് ആണ്. ഇതിന്റെ സൗണ്ടിന്റെ കൂടെ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ലെറ്റേഴ്സും കോൺസണൻസ് ആണ്. അതായത് ബി, സി, ഡി, അല്ലേ, പി, അതെല്ലാം കെ, ഇതൊക്കെ വവൽസ് ആണ്. അപ്പോൾ സൗണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. നമ്മൾ എ ചേർന്ന് പറയുമ്പോൾ ആൻ ആപ്പിൾ എന്ന് പറയും. എ ആപ്പിൾ നമ്മൾ പറയില്ല. വവൽ സൗണ്ട് വരുമ്പോഴത്തേക്ക് ആൻ യൂസ് ചെയ്യുന്നത്. വവൽ സൗണ്ട് പറഞ്ഞു കൊടുക്കും. നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ സൂര്യ ഇങ്ങനെ പഠിച്ചതെന്ന് എനിക്കറിയാം. അതെ, സ്കൂളിലാണെങ്കിലും നമ്മളെ സൗണ്ട് എന്ന് പറഞ്ഞിട്ടല്ലോ പഠിപ്പിക്കുന്നത്. വവൽസ്, കോൺസണന്റ്സ്, വവൽസിന്റെ കൂടെ ആൻ ചേർക്കണം. അപ്പം ആൻ ആപ്പിൾ, ശരി, ആൻ ആപ്പിൾ, കാരണം എ ആണല്ലോ, എ ആണ് ആപ്പിളിന്റെ ഫ്രണ്ടിൽ. ആൻ എഗ്, ഇ, ഓക്കെ, ആൻ ഐസ്ക്രീം, അങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. സി ദി തിങ് ഈസ്, എയുടെ സൗണ്ട് ആ എന്നാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇ അല്ലേ വരുന്നത്. ഈയുടെ സൗണ്ട് എ എന്നല്ല, എ, അത്രേ ഉള്ളൂ. പിന്നെ ഐ സൗണ്ട് ഇ സൗണ്ടാണ് വരുന്നത്. പിന്നെ ഓയുടെ സൗണ്ട് ഓ തന്നെയാണ്. പിന്നെ യുവിൻ്റെ സൗണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ എവിടെയെങ്കിലും നമ്മൾ എ കണ്ടു അവിടെ ആൻ, അങ്ങനെയല്ല. പിന്നെ അതുപോലെ നമ്മൾ കോൺസണൻസിന്റെ കേസിലാണെങ്കിലും സൗണ്ട് തന്നെയാണ്. ഇപ്പൊ പി എന്ന് പറയുന്നത് പ് സൗണ്ടിനാണ് നമ്മൾ പി യൂസ് ചെയ്യുക. പാരറ്റ് സൗണ്ട് ആണ്. പക്ഷെ ഇപ്പൊ കോൺസണൻസ് വലിയ കൺഫ്യൂസിങ് അല്ല. കൺഫ്യൂസിങ് ആയിട്ടുള്ളതുണ്ട്, പക്ഷെ വലിയ കൺഫ്യൂസിങ് അല്ല. വവൽസ് ആണ് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ആൻ യൂണിവേഴ്സിറ്റി എന്ന് പറയില്ല. ബിക്കോസ് യു സൗണ്ടാണ് വരുന്നത്. ആൻ യൂണിവേഴ്സിറ്റി സൗണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ആൻ യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ യുണീക്ക് എന്നുള്ളതിന് ആൻ യുണീക്ക് പേഴ്സൺ നമ്മൾ പറയില്ല. യുണീക്ക് പേഴ്സണിനെ പറയത്തുള്ളൂ. ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ആൻ യൂസ് ചെയ്യില്ല. സോ അതാണ് വ്യത്യാസം, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആറിന്റെ കൂടെ മണിക്കൂർ ഹെച്ച് ആണ് വരുന്നത്. പക്ഷെ നമ്മളവിടെ എ ആർ എന്നല്ല പറയുന്നത്, ആൻ ആർ എന്നാ പറയുന്നത്. സോ സൗണ്ടിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഇംഗ്ലീഷിൽ സ്പെല്ലിങ്ങിനെക്കാളും സൗണ്ടിനാണ് ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോൾ മലയാളം എഴുതുകയാണെങ്കിൽ നമ്മളിപ്പോൾ മലയാളത്തിൽ മലയാളം തന്നെ എഴുതി. ഇപ്പം മലയാളം അങ്ങനെ നമ്മൾ വായിക്കുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. എഴുത്തും വായനയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ KNOW നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? നോ. പക്ഷെ അത് അവിടെ ഒരു കെ എവിടെ, ഒരു W ഒക്കെ ഉണ്ട്, അതൊക്കെ എവിടെ ഇല്ല. അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യില്ല. എഴുതുന്നതും വായിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് BOWL, ബൗൾ എന്നല്ലേ പറയുന്നത്. പലരും ബൗൾ എന്നാ പറയുന്നത്.
പക്ഷെ ആക്ച്വലി ഇറ്റ്സ് ബോൾ. FLOUR. അത് പലരും ഫ്ലോർ എന്നാ പറയുന്നത്, ആക്ച്വലി ഇറ്റ്സ് ഫ്ലവർ. അങ്ങനെയാണ്. FLOWER ഫ്ലവർ ആണ്. അപ്പം BALL ബോളാണ്, BOWL ബോളാണ്. സോ എഴുതുന്നതും വായിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല. അതുപോലെ തന്നെ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് സൂര്യ, ആൾസോ, ആൾവേസ്. ഓയാണ്, എ ആണ് ഫ്രണ്ടിൽ വരുന്നത്, പക്ഷെ ഓ ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മലയാളം പോലെ അത്ര സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് അല്ല. എഴുത്തും വായനയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ സ്കൂളിൽ നിന്ന് തന്നെ ഫോണറ്റിക്സ് ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ സൗണ്ട്സിന്റെ കാര്യം, ഡിഫറൻസ് കാര്യങ്ങളൊക്കെ അത് കറക്റ്റാണ്. സൗണ്ട്സ് പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഇപ്പൊ എന്തെല്ലാം ഈവൻ ഇപ്പൊ ഡിഗ്രിക്ക് പോലെ ആണെങ്കിലും ഇംഗ്ലീഷിനും അത്ര ഇവർ ഈ ഫോണറ്റിക്സ് സൗണ്ട്സ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. മറ്റ് കോഴ്സസ് എടുത്ത് പോകുന്നവർക്ക് പോലും ഇല്ലാന്ന് തോന്നുന്നു, വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ അത് മാത്രമല്ല പ്രൊനൗൺസിയേഷന് വലിയ ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല. ബട്ട് ആക്ച്വലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിച്ചാലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് തെറ്റായിട്ടാണെങ്കിൽ ദെൻ യു ആർ നോട്ട് ഫ്ലുവൻറ്റ്. അത് ശരിയായിട്ടുള്ളതല്ല. ഇപ്പം നമ്മൾ വളരെ സിമ്പിൾ വാക്കുകൾ യൂസ് ചെയ്ത് സിമ്പിളായിട്ട് സംസാരിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെങ്കിൽ തന്നെ യുവർ ഇംഗ്ലീഷ് ഇസ് ഗുഡ് അല്ലേ? നമ്മളതല്ലേ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് സംസാരിക്കുമ്പോഴും നമ്മളവിടെ പ്രൊനൗൺസിയേഷൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. അത് ഭയങ്കര ഒരു എലമെൻ്റാണ്. അപ്പോൾ ആളുകൾ കൂടുതലായിട്ടും പുതിയ വേർഡ്സ് ഒക്കെ പഠിക്കാൻ പോകുന്നതിനെക്കാട്ടും ഉള്ള വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബട്ട് ദാറ്റ് ഇസ് അനദർ ടോപ്പിക് ടു ഡിസ്കസ്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എയും ആനും ഇതാണ്, ഒരു എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ നോർമൽ ലെറ്റേഴ്സിൻ്റെ കൂടെ, മറ്റത് സൗണ്ട്സിൻ്റെ കൂടെ. സൗണ്ട്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഫസ്റ്റ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ ആണോ ദി ആണോ, ദ ആണോ ദി ആണോ. പലരുടെയും വിചാരം, ഈവൻ എൻ്റെ പോലും വിചാരം ഉണ്ടായിരുന്നത് ദ ദി ഒക്കെ ജസ്റ്റ് ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻ ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് എവിടെ വേണമെങ്കിലും അത് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടു ബി ഫ്രാങ്ക്, ആരും നോക്കത്തില്ല. നോബഡി ഈസ് ഗോയിങ് ടു കം ടു യു ആൻഡ് പറയാം അത് ദി ആണ് അവിടെ വരുന്നത്. ആരും കറക്റ്റ് ചെയ്യില്ല, കറക്റ്റ് ചെയ്യാനും പാടില്ല. ദാറ്റ് ഈസ് അനദർ തിങ്. പക്ഷേ ടു ബി ലൈക്ക് മോർ സീരിയസ് ചെയ്യുക, ദിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയും ആനും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൺസണൻസിന്റെ കൂടെ, ദി വവൽ സൗണ്ട്സിന്റെ കൂടെ. ഇത്രേ ഉള്ളൂ. ദ ചെയർ ആണെങ്കിൽ ഇറ്റ്സ് ദി എലിഫന്റ്, ദി ഓറഞ്ച്, ദി ഓറഞ്ച്, ദി എഗ്, ദി ഐസ്ക്രീം, ദ ടേബിൾ. അങ്ങനെയാണ്. ഈ നോർമൽ വേർഡ്സിന്റെ കൂടെ നമ്മൾ ദയും വവൽ സൗണ്ട്സ് വരുന്ന വാക്കുകളുടെ ഫ്രണ്ടിൽ നമ്മൾ ദിയും ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഡിഫറൻസ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഐ വാസ്റ്റ് വൺ ഓഫ് മൈ ടീച്ചേഴ്സ്, ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ ഈ ഹാരി പോട്ടർ മൂവീസൊക്കെ കാണുമ്പം ചിലയിടത്ത് ദാ, ചിലയിടത്ത് ദി, ചിലയിടത്ത് പോകുക, ചിലയിടത്ത് ചാരം, അതുപോലെ ഇത് അങ്ങനെയാണ് നമ്മൾ കേട്ടപ്പോൾ ഇതെന്താ കൺഫ്യൂസ്ഡ് ആയി പോകും. ഒന്നാതെ നമുക്കൊന്നും അറിയില്ല ഇംഗ്ലീഷിൽ. അപ്പോൾ ഇതും കൂടി കേൾക്കുമ്പോൾ ഒന്നാതെ അവർ പറയുന്ന പകുതി എനിക്ക് മനസ്സിലാവില്ല, പിന്നെ ഇതും കൂടി ആകുമ്പോഴത്തേക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പം പോയി ചോദിച്ചപ്പം പുള്ളിക്കാരത്തി ഇങ്ങനെ UK US ഒക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നീട് ഇംഗ്ലീഷ് മിത്രയിൽ നമ്മളിപ്പം നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്സ് ഫോക്കസ് ചെയ്താണ് നമ്മൾ സിലബസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സിലബസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് വന്നപ്പോഴാണ് ഈ ഒരു പോർഷൻ ആഡ് ചെയ്തപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ഡിഫറൻസ്. പിന്നെ പലർക്കും ഈ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും റൈറ്റ് ഐഡിയ ഇല്ല. പലരും ഈ ദാ കേൾക്കാൻ ഒരു സുഖമുണ്ട്, ദീ ഒരു രസമില്ല, അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അത് മാത്രമല്ല ദാ എല്ലായിടത്തും യൂസ് ചെയ്യുന്നവരുണ്ട്. ഐ വെന്റ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഐ വെന്റ് ടു ദ സ്കൂൾ, എല്ലായിടത്തും ചിലർ യൂസ് ചെയ്യില്ല. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള എന്താ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണം. കൂടുതലായിട്ടും നമ്മൾ നൗൺസിന്റെ പ്രോപ്പർ നൗൺസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. പ്രോപ്പർ നൗൺസ് എന്ന് ഞാൻ പറഞ്ഞാലും പലർക്കും മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. ഈ മോണ്യുമെന്റ്സിന്റെ കൂടെ റിവേഴ്സ്, അങ്ങനെ ഫോർ എക്സാമ്പിൾ ദ താജ്മഹൽ, ദ ഗംഗ റിവർ, അതെ ദ ഗംഗ റിവർ, ദ ഇന്ത്യ ഗേറ്റ്, നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ദ ഇന്ത്യ ഗേറ്റ്. അതുപോലെ വേറെന്താ, ദ മാച്ചു പിച്ചു, അങ്ങനെ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്, മോണ്യുമെന്റ്സ്, ദ കുത്തബ് മിനാർ, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് കറക്റ്റാണ്. പൊസിഷൻസിൻ്റെ കൂടെ ദ പ്രസിഡൻറ്റ്, ദ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. പക്ഷെ സ്കൂളിൽ പഠിപ്പിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് നേരത്തെ പറഞ്ഞില്ല, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുകയാണ്. ഞാനിപ്പോൾ സൂര്യയോട് പറയുകയാണ്, സൂര്യ ഞാൻ ഇന്ന് ബാങ്കിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പറയാണ്ട് 2 രീതിയിൽ എനിക്ക് പറയാം.
സൂര്യ ഐ ബി ഗോയിങ് ടു ദ ബാങ്ക് ടുഡേ എന്ന് പറയും. വിച്ച് മീൻസ് സൂര്യക്കും അറിയാം അറിയാം, മാമിനും അറിയാം ഏത് ബാങ്കിലേക്കാണ് പോകാൻ പോകുന്നതെന്ന്. പോകുന്നത്. ദ ബാങ്ക്. അതേസമയം ഇഫ് ഐ എം ടെലിംഗ് ഹർ സൂര്യ ഐ ബി ഗോയിങ് ടു എ ബാങ്ക് ടുഡേ, ഏതെങ്കിലും, ഏതോ ഒരു ബാങ്കിലേക്ക് മാം ഇന്ന് പോവാണ്. സോ ഷീ ഡസൻ നോ. നമ്മൾ ദ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ആരോടാണോ കോൺവെർസേഷൻ നടത്തുന്നത് അവർക്ക് രണ്ടുപേർക്കും അറിയാം ആ സാധനം എന്താണെന്ന്, ദ യൂസ് ചെയ്തിരിക്കുന്ന സാധനം എന്താണെന്ന്. ഫോർ എക്സാമ്പിൾ, ഷാൽ വി ഗോ ടു ദ ബ്രിഡ്ജ് ടുഡേ എന്ന് വെച്ചാൽ നമുക്ക് ആ ബ്രിഡ്ജിലോട്ട് പോവാം. ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ആ ബ്രിഡ്ജ്, വി ബോത്ത് നോ, അല്ലെങ്കിൽ നമ്മൾ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് അവർക്കറിയാം. സോ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഇന്ന സാധനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ദ യൂസ് ചെയ്യുന്നത്. അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ദീസ് ആർ എ ആൻഡ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്, ബട്ട് ദീസ് ആർ വെരി മൈനർ തിങ്സ്. നിങ്ങളിത് ഞങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാനല്ല, എഗെയിൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ, അത്രയേ ഉള്ളൂ. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ. ഇത് ഓർത്ത് ഇത് മാത്രം മനസ്സിൽ വെച്ച് സംസാരിക്കരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അപ്പോൾ സോ അതാണ് ആക്ച്വലി ദ. ദെൻ വി യൂസ് ദ വിത്ത് പ്ലേസസ്. There is an interesting thing here. English. അതിൽ ക്ലാസ് ഒക്കെ അതിൽ മൂവി കണ്ടിട്ടുള്ളവർക്കറിയാം, കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി പോയി കാണുക. ഇംഗ്ലീഷ് ലേണേഴ്സ് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. സോ അതിൽ അവസാനം ടീച്ചറിൻ്റെ അടുത്ത് ഒരു ഫോറിനറാണ്, ഐ ഡോണ്ട് നോ ഏത് എത്തനിസിറ്റിയിലുള്ള ആളാണെന്നറിയില്ല, ഒരു ഫോറിനറാണ്. അപ്പോൾ പുള്ളിക്കാരത്തെ അടുത്ത് ശ്രീദേവി, ഐ ഓൾവേസ് ഗെറ്റ് കൺഫ്യൂസ്, ശ്രീവിദ്യ ചോദിക്കുന്നുണ്ട്, സർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ UK, ബട്ട് വൈ നോട്ട് ദ ഇന്ത്യ, വൈ നോട്ട് ദ ഇന്ത്യ? പൊട്ടത്തരാണ്, ശരിക്കും പൊട്ടത്തരാണ്. അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ സാർ ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയണ്ടേ, അവരാണ് അവിടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ, എന്തോ ഒരു പ്രശ്നം മോശമാണോ, ഇന്ത്യ അത്ര ചെറുതാണോ? ഇന്ത്യ അത്ര ചെറുതായതുകൊണ്ടല്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മീൻസ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രി, അതൊരു ക്ലസ്റ്ററാണ്, ഒരു കൂട്ടമാണ്. UK എന്ന് പറയുമ്പോൾ ഒരു കൂട്ടമാണ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇംഗ്ലണ്ട്. ദ ഇംഗ്ലണ്ട് എന്ന് നമ്മൾ പറയില്ല, അതുപോലെ നമ്മൾ ദ അമേരിക്ക എന്നും പറയില്ല. ആ ഒരു ഗ്രൂപ്പിനെ പറയുമ്പോഴാണ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അല്ലെങ്കിൽ ദ USA, ദ UK അതൊക്കെ വരുന്നത്. ദ എമിറേറ്റ്സ് എന്ന് പറയുന്നതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ്. ഇന്ത്യക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ദ റിപ്പബ്ലിക്കൻ ഓഫ് ഇന്ത്യ അത് അങ്ങനെ എന്തെങ്കിലും പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയാൻ പറ്റില്ല. സോ നമ്മൾ ദ ഇന്ത്യ അതുകൊണ്ടാണ് പറയാത്തത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളൊരു മോശം കൺട്രി ആണെന്നോ, നമ്മൾ താഴെ നിലയിലുള്ളവരാണെന്നോ, നമുക്ക് ഇതല്ലാന്നോ, അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ആ ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രാഞ്ചിയേട്ടൻ കണ്ടിട്ടുണ്ടോ? അതിൽ ജഗതിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എത്രാമത്തെ? എത്രാമത്തെ? എനിക്ക് തോന്നുന്നു ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ, പലരും ചാലഞ്ച് ചെയ്യും. ആക്ച്വലി എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ ഇംഗ്ലീഷ് മിത്രയിലാണല്ലേ, എത്രാമത്തെ ചോദിച്ചിട്ടുള്ള. എന്നോട് ലൈവിലൊക്കെ ഒന്ന് ചോദിക്കും, ടീച്ചറിന് ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് പറ. മൂവീസിൽ അവരൊരു എലമെന്റ് ഓഫ് സർപ്രൈസ്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ക്യൂരിയോസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ അർത്ഥം അതിനൊന്നും മറുപടി ഇല്ല എന്നല്ല. സോ വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് ഉമ്മൻചാണ്ടി ആണെന്ന് തോന്നുന്നു പറയുന്നത്, ശ്രീ ഉമ്മൻചാണ്ടി ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് ഉത്തരം ഇല്ലാത്തതല്ല. ഈ ഫിലിം കണ്ടിട്ട് അത് കണ്ടിട്ട് എന്തോ വലിയ നേടി, അതിപ്പം അങ്ങനെയല്ല. സോ മൂവി ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് എന്ന് കരുതി എല്ലാവർക്കും എല്ലാം അറിയണം എന്നല്ല കേട്ടോ. ചിലപ്പം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാവുന്ന ആളുകൾ, ഇംഗ്ലീഷ് ടീച്ചർ, അപ്പോൾ ഇംഗ്ലീഷിൽ എല്ലാ കാര്യവും അറിയാം, അങ്ങനെയൊന്നുമല്ല. ഓരോ ദിവസവും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഡു യു നോ ദാറ്റ് ലൈക്ക് വൺസ് ഇൻ എ മന്ത് പുതിയ വേർഡ്സ് ഓക്സ്ഫോർഡിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി നോ എവറി വേർഡ്സ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മൾ സൂപ്പർ ഹ്യൂമൻസ് ഒന്നും അല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ടാവും. ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ഡോണ്ട് മേക്ക് മിസ്റ്റേക്സ്. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഓവറാണ്. അപ്പോൾ എന്തായാലും ഇതാണ് എ ആൻഡ് ദ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കും. ഇറ്റ്സ് ക്വയറ്റ് സിമ്പിൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, ഒത്തിരി അതിൽ സ്ട്രെസ് ചെയ്യേണ്ട. സോ അടുത്തത് ആം എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഐൻ്റെ കൂടെ എല്ലായ്പ്പോഴും ആം യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആം എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ആം എപ്പോഴും യൂസ് ചെയ്യണോ എന്നുള്ളത്. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ ടീച്ചേഴ്സിനെ നമ്മൾ ചെറുതാക്കി കാണിക്കുകയല്ല. പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും സ്കൂൾ ടീച്ചേഴ്സിനെ ചെറുതാക്കിയിട്ടോ സ്കൂൾ ടീച്ചേഴ്സ് മോശമാണെന്നോ ഒന്നുമല്ല. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താണോ എളുപ്പം അവരുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പഠിപ്പിക്കുള്ളൂ. അതിലൊരു ഇതുമില്ല, അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത്. കറക്റ്റ് ആണ്. ഇന്നൊരു
ഒരു പെർട്ടിക്കുലർ വേയിൽ പറയുകയാണെങ്കിൽ ആം എപ്പോഴും നമ്മൾ ഐയുടെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും അതെ, അൺഇൻറ്റൻഷനലി ആണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ സോറി, ബട്ട് അതല്ല ഇന്റൻഷൻ, അതല്ല. സി ഐയുടെ കൂടെ ഐയുടെ കൂടെ ആം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ മനസ്സിൽ ഐ എവിടെ വരുന്നോ അവിടെയെല്ലാം ആം വരും. പക്ഷെ അങ്ങനെയല്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഐ സർട്ടൻ സിറ്റുവേഷൻസിൽ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഐ ആം റിച്ച്, ഐ എം എ ടീച്ചർ, ഉണ്ട്, ഞാൻ ടീച്ചറാണ്, ഞാൻ റിച്ചാണ്, ഞാൻ സ്റ്റുഡൻ്റ് ആണ്, ഐ എം എ സ്റ്റുഡൻറ്റ്, എനിക്ക് വിശപ്പാണ്, എനിക്ക് ദേഷ്യമാണ്, ആംഗ്രി. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഐ ആം എന്ന് യൂസ് ചെയ്യുന്നത്. ആണ് ഒരവസ്ഥ പറയാൻ വേണ്ടി. അതുപോലെ കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഐ ആം യൂസ് ചെയ്യും. ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാൻ, ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐ എം ഡൂയിങ് മൈ ഹോംവർക്ക്. കറക്റ്റ്. ഐ എം സ്പീക്കിംഗ്, ഐ എം ടോക്കിംഗ്, ഐ എം ലേണിംഗ്, ഐ എം ലിസണിങ്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഐയുടെ കൂടെ എപ്പോഴും ആം യൂസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോ ടു ദ ടെമ്പിൾ പറയണ്ട, ഐ ഗോ ടു ദ ടെമ്പിൾ, അല്ലെങ്കിൽ ഐ ഗോ ടു ദ ഓഫീസ്, ഐ സ്റ്റഡി, ഐ ലേൺ, ഞാൻ പഠിക്കാറുണ്ട്, ഞാൻ വായിക്കാറുണ്ട്, ഐ റീഡ്. അപ്പം അങ്ങനെ നമ്മൾ പറയുള്ളൂ. അതുപോലെ തന്നെ ഐ ആം വെൻറ്റ് എന്ന് നമ്മൾ പറയില്ല, ഐ വെൻറ്റ്. സോ ഇത് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ആം ചേർക്കേണ്ടത്. അല്ലാതെ ഐ കാണുന്ന എല്ലായിടത്തും നമുക്ക് ആം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരിക്കലും ഇല്ല. സോ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആൻഡ് ദെൻ യൂസ്. ഐയുടെ കൂടെ എപ്പോഴും ആം യൂസ് ചെയ്യില്ല. ആകെ 2 സിറ്റുവേഷൻസിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പാസീവ് ഉണ്ട് അല്ല, പക്ഷെ എന്നാലും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. സോ ഐ വാസ് കോൾഡ് ബൈ ഹിം, ഐ ആം കോൾഡ് ബൈ ഹിം, അങ്ങനെയൊക്കെ വരും. ബട്ട് ദാറ്റ് ഇസ് വെരി റെയർ. അല്ലാതെ ഇത് രണ്ടുമാണ് മോസ്റ്റ്ലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 സ്ഥലം എന്ന് പറയുന്നത്, ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും, പിന്നെ ഞാൻ ഒരു കാര്യമാണ് എന്ന് കാണിക്കാൻ, ഇങ്ങനെയാണ് എന്നൊരു അർത്ഥം വരുന്നത്. ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി, ഞാൻ ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതെന്തും ആകാം, ഒരു ഫീലിംഗ് ആകാം, ഒരു ഇമോഷൻ ആകാം, ഒരു പൊസിഷൻ ആകാം. ഞാനാണ്, അത്രേ ഉള്ളൂ. സോ അത് ഐ തിങ്ക് കുറേ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. ഡൗട്ട്സ് മാത്രമല്ല, നമ്മുടെ കോളിംഗ് ആക്ടിവിറ്റി ഇല്ലേ, സംസാരിക്കുമ്പോൾ അവർ ഒരു കാര്യം അവരുടെ അടുത്ത് പറയാൻ പറഞ്ഞാൽ പോലും, ഇവൻ ഡെയിലി റുട്ടീൻ ചോദിക്കുമ്പോൾ പോലും ഐ ആം ബ്രഷ് മൈ ടീത്ത് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ചെയ്ത് തന്നത്. നമ്മുടെ കോളിംഗ് ആക്ടിവിറ്റിയിൽ സ്റ്റുഡൻസ് സ്ഥിരമായിട്ട് വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിന്. പക്ഷേ എനിക്ക് തോന്നുന്നു അറിയാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സ്പീക്ക് ടോൾഡ്, സെയിം മീനിങ് വരുന്ന കുറേ വേർഡ്സ് ഉണ്ട്. ടോൾഡ്, സ്പീക്ക്, സേ, സെഡ്, ടെൽ. അത്ര 4 വാക്കുകൾ. ഈ 4 വാക്കുകൾ എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഇതെവിടെ യൂസ് ചെയ്യുന്നത്? ബേസിക്കലി ഇതെല്ലാം സെയിം കൈൻഡ് ഓഫ് സെയിം മീനിങ് ആണ്. പറയുക, സംസാരിക്കുക. നമുക്ക് പറയുക എടുക്കാം. പറയുക ഏതാ? സേ, ടെൽ. അതായത് മോസ്റ്റ്ലി ടോൾഡ്, സെഡ് പാസ്റ്റ് ഫോം ആണ്. ടെല്ലിൻ്റെ പാസ്റ്റ് ഫോം ടോൾഡ്, പിന്നെ സേയുടെ പാസ്റ്റ് ഫോം സെഡ്. സോ ഇത് 2 നമുക്ക് എടുക്കാം. അതിൻ്റെ അർത്ഥം പറയുക, പറഞ്ഞു, അങ്ങനെ അർത്ഥമാണ്. ഇവിടെ ആക്ച്വലി വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഈ രണ്ടും പറയുക, പറഞ്ഞു എന്നുള്ള വ്യത്യാസം തന്നെയല്ലേ ഉള്ളൂ. അതിലാകെ സെന്റൻസ് കൺസ്ട്രക്ഷനിൽ മാത്രമേ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ ഐ ടോൾഡ് എന്ന് പറയുകയാണെങ്കിൽ അത് ആരോട് പറഞ്ഞു എന്നും കൂടി മെൻഷൻ ചെയ്യണം. എക്സാമ്പിൾ, ഐ ടോൾഡ് ഹിം, ഞാൻ അവനോട് പറഞ്ഞു. ഐ ടോൾഡ് ഹിം ദാറ്റ് ഹീ ഷുഡ് കം, വരണം എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അല്ലെങ്കിൽ ഹീ ടോൾഡ് മീ ദാറ്റ് ഹീൽ കം. ക്യാൻ യു ടെൽ മീ, ക്യാൻ യു ടെൽ മീ. 2 പേരുണ്ട് അവിടെ. അതെ. അപ്പം 2 ലൈക്ക് നമ്മൾ ആരോടാണ് പറയുന്നതെന്നും കൂടി ടെല്ലിലായാലും മെൻഷൻ ചെയ്യണം. പക്ഷെ സേക്ക് അതിൻ്റെ ആവശ്യമില്ല. അതാണ് മെയിൻ ഡിഫറൻസ്. ഈവൻ ഇഫ് യു ആഡ് ദ നെയിം ഓൾസോ ഡസൻ, അത് വലിയ മിസ്റ്റേക്കാണോ സൂര്യ? അല്ല, അങ്ങനെ വലിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ നെറ്റ് പിക്ക് ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇത് അത്ഭുതം തോന്നും. ഇത് കോമൺലി ആസ്ക്ഡ് ഡൗട്ട്സ് ആണ്. എന്നോട് കോമൺ ആയിട്ട് സ്റ്റുഡൻസ് ചോദിക്കാറുള്ള ഡൗട്ടാണ്. പലർക്കും ഇൻഫോർമേഷൻ ഓവർലോഡ് ആകുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അതുകൊണ്ടാണ് സംസാരിക്കാനും പലർക്കും കോൺഫിഡൻസ് കുറവ്. കാരണം നമ്മളിങ്ങനെ ഐ ടെൽ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ അങ്ങനെ പറഞ്ഞ, അങ്ങനെയല്ലല്ലോ അത് പറഞ്ഞത്, തെറ്റാണ്. പലപ്പോഴും ഈ കറക്ഷൻസ് ചെയ്തു കൊടുക്കുമ്പോഴാണ് ആൾക്കാർക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയുന്നത്, സംസാരിക്കാൻ പറ്റുന്നില്ല. അതെ. സോ യു ഡോണ്ട് ഹാവ് ടു അത് അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾ ഇതെല്ലാണോ ടോൾഡാണോ സേയാണോ നമ്മൾ പറയാൻ എന്താണോ വന്നത് അതും കൂടി നമ്മൾ മറന്നു. ഇപ്പോൾ ഒരു എക്സാമിനൊക്കെ ആണെങ്കിൽ നമുക്ക് ചിന്തിച്ചിട്ട് എഴുതാനൊക്കെ ടൈം ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരാളായിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചിന്തിച്ച് ടെല്ലായിരിക്കോ സേ ആയിരിക്കോ അതിനുള്ള സമയമൊന്നും നമുക്കില്ല.
അതിനെവിടെ ടൈം? നമ്മളൊരാൾ വന്ന് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ടെൽ പ്ലസ് സം വൺ, ടോൾഡ് പ്ലസ് സം വൺ, അങ്ങനെ നമ്മൾ ചിന്തിക്കില്ല. അറിഞ്ഞിരിക്കുക അത്രയേ ഉള്ളൂ. ബട്ട് പ്രാക്ടീസിലൂടെ ബെറ്റർ ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് വലിയ മിസ്റ്റേക്ക് ഒന്നുമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സോ ടെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് പറയുന്നതെന്നും കൂടി മെൻഷൻ ചെയ്യുക. ഹീ ടോൾഡ് മീ, ഷീ ടോൾഡ് ഹിം, അങ്ങനെ. പക്ഷെ സേക്ക് അതിൻ്റെ ആവശ്യമില്ല. ഷീ സെഡ്, എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് സേ യൂസ് ചെയ്യുമ്പം പ്രാധാന്യം. ടോൾഡ് യൂസ് ചെയ്യുമ്പം ആരോട്, എന്താണ്, എന്ത്, ആര്, അതൊക്കെയാണ് ടോൾഡിൽ ഇമ്പോർട്ടൻറ്റ്. അത്രയേ ഉള്ളൂ. അതാണ് ടോൾഡും സെയിം തമ്മിലുള്ള എനിക്കൊന്ന് റീസെൻ്റ്ലി നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്വിസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു നോർമൽ വീഡിയോയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് സ്പീക്കും ടോക്കും വരുന്നത്. സ്പീക്കും ടോക്കും ആക്ച്വലി സിമ്പിളാണ്, ചെറിയ വ്യത്യാസമാണ്. എല്ലാത്തിലും ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെർട്ടൻ സിറ്റുവേഷൻസിൽ ആ ഡിഫറൻസ് ബിഗ് ആയിരിക്കും. സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയാണ്, സോ വി ആർ ടോക്കിംഗ്. ഞാനും സംസാരിക്കുന്നുണ്ട്, സൂര്യ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ മാത്രമാണ് സംസാരിക്കുന്നത്, വേറെ ആൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് സ്പീക്കിംഗ്. അതാണ് വ്യത്യാസം. ഫോർ എക്സാമ്പിൾ ഒരു സ്പീച്ച് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ പറയില്ലേ, ഒരാളായിരിക്കും അവിടെ സംസാരിക്കാം, ബാക്കിയുള്ളവർ ഓഡിയൻസ് ലിസൺ ചെയ്യുമായിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നമ്മൾ ഫ്രണ്ട്സിനോട് ടോക്ക് ചെയ്യാണ്, നമ്മൾ മോണലോഗ് കൊടുക്കുകയല്ല. സോ ദാറ്റ് ഈസ് ടോക്കിംഗ്. രണ്ടുപേരും ഇൻവോൾവ് ആണെങ്കിൽ ടോക്കിംഗ്. ഇതിൻ്റെ അർത്ഥം ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്ത ആൾ അങ്ങനെ വേണമെന്നില്ല, ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവാം. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉടനീളം ഒരാളായിരിക്കും സംസാരിക്കുന്നത്, അല്ലേ? അതെ. ഇപ്പോൾ ഈ മാസ് മീഡിയയുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ ഒരു സ്പേസ് ഇല്ലല്ലോ. ഇപ്പോൾ ടി വിയിലൊക്കെ ഒരാൾ ഒരു സ്പീച്ച് കാണുകയാണെങ്കിൽ നമുക്കതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല പുറത്തുനിന്ന്. സോ അതൊക്കെ അതുകൊണ്ടായിരിക്കണമല്ലോ അതിന് സ്പീച്ച് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രഭാഷണം, പ്രസംഗം, എക്സ്റ്റംബർ, ഇതൊക്കെ അതാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്, പബ്ലിക് ടോക്കിംഗ് എന്നല്ല പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അത്രയേ ഉള്ളൂ. ഇതാണ് ഈ വാക്കുകൾ. ടോൾഡും സെഡും ഓൾമോസ്റ്റ് ഒരേ മീനിങ് ആണ്. ആകെ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം സംസാരിക്കുക, ടോക്ക് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ഇൻവോൾവ് ആയിട്ട് സംസാരിക്കുക. ടോക്ക് ഈസ് മോർ ഓഫ് എ കാഷ്വൽ തിങ്, സ്പീക്ക് ഈസ് മോർ ഓഫ് എ ഫോർമൽ തിങ്. അത്രയേ ഉള്ളൂ. ദെൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ING എവിടെ യൂസ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ. ING അതായത് നമ്മളിപ്പം ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പം അവർക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറയിപ്പിക്കുക. പിന്നെ നമ്മളുടെ ഒരു ആക്ടിവിറ്റിയാണ് എല്ലാ ദിവസവും ഡെയിലി റൂട്ടീൻ പറയിപ്പിക്കാറുണ്ട് നമ്മൾ. ചില സ്റ്റുഡൻസിന് അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാത്തവരോട് ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ ഇന്നലെ എന്താ ചെയ്തത്, തിങ്സ് ലൈക്ക് ദാറ്റ്. സോ എല്ലാവരുടെയും ഒരു ബേസിക് വിചാരം എന്താണെന്ന് വെച്ചാൽ കഴിക്കുക എന്നുള്ളതാണെങ്കിൽ ഈറ്റിംഗ് എന്നാണ് അതിൻ്റെ മീനിങ്, അല്ലെങ്കിൽ ഓടുക, റണ്ണിങ്, നടക്കുക, വാക്കിംഗ്. വേർബ്സിന് എക്സാമ്പിൾ ചോദിക്കുമ്പോൾ സ്റ്റുഡൻസ് എപ്പോഴും പറയുന്നതാ റണ്ണിങ്, ജമ്പിങ്, ഈറ്റിംഗ്. കറക്റ്റാണ്, പക്ഷേ അതല്ല മീനിങ്, അതെ, വ്യത്യാസമുണ്ട്. ഓടുകയാണ്, ഓടുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ING ചേർക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ്. അതെ, അതിപ്പോൾ പാസ്റ്റിലായാലും പ്രസൻറ്റിലായാലും. നമ്മൾ ഒരിക്കലും ഞാൻ ചായ കുടിക്കാറുണ്ടെന്നുള്ളതിന് ഐ ഡ്രിങ്കിങ് ടീ എന്ന് പറയില്ല, ഐ ഡ്രിങ്ക് ടീ എന്നേ പറയുള്ളൂ. സോ യു ഡോണ്ട് ഹാവ് ടു യൂസ് ING. അതുപോലെ ചായ കുടിച്ചു എന്നാണെങ്കിലും വി ഡോണ്ട് ഹാവ് ടു യൂസ് ING. ഐ ഡ്രാങ്ക് ടീ. കറക്റ്റ്, അങ്ങനെ മതി, ഐ ഡ്രാങ്ക് ടീ എന്ന് മതി. സോ അപ്പം അവിടെ എല്ലായിടത്തും ING യൂസ് ചെയ്യണ്ട. സൂര്യ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്താ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമല്ല സൂര്യ. അതിപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടെൻസ് വെച്ച് പറയുകയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യും, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യും. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, നടന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ ING യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ING അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ അത് മൈൻഡിൽ വയ്ക്കുക. ഐ വെൻറ്റിങ് എന്ന് നമ്മൾ പറയില്ല, ഐ വെൻറ്റ്. ഐ ഗോയിങ് എന്ന് നമ്മൾ പറയില്ല, ഐ ഗോ, ഐ ആം ഗോയിങ്, അങ്ങനെയാണ്. ടെൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, സൂര്യക്ക് തോന്നിയിട്ടില്ലേ? എല്ലാ ഗ്രാമറിൻ്റെ ഞാനിപ്പോൾ എല്ലാവർക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ എന്താ പറയുക പാർട്സ് ഓഫ് സ്പീച്ചും ടെൻസും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ അവർക്ക് ഒരു ഐഡിയ, എന്തായാലും നമ്മൾ ഡെയിലി റൂട്ടീൻ പറയുമ്പോൾ അവർ ചോദിക്കും അതെന്തുകൊണ്ട് അവിടെ ബ്രഷ് വന്ന്, ബ്രഷിങ് എന്താ വരാത്ത, അതെ ഈ അതെന്താ ആദ്യം വന്നേ, കൂടെ. ഞാനാണെങ്കിൽ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇതാണ് സബ്ജക്റ്റ്, ഇതാണ് ഒബ്ജക്റ്റ്, ഇതാണ് വേർബ്. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഗ്രാമറിൻ്റെ ഒട്ടുമിക്കാൽ ഭാഗവും നമ്മൾ പല സിറ്റുവേഷനിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു. അതാണ് ബിഫോർ ബീയിങ് എ ടീച്ചർ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് തോന്നിയിട്ടില്ല ഗ്രാമറിന്. ഞാനും ആ ഒരു കൂട്ടത്തിലായിരുന്നു, കേട്ടിട്ട് ഇത് കറക്റ്റ് ആയിരിക്കും, അതെ ആ ഒരു ഇതാണ്. ബട്ട് വൺസ് യു ലേൺ ഗ്രാമർ
ആൻഡ് വൺസ് യു സ്റ്റാർട്ട് ടീച്ചിങ് ഇറ്റ്, നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാമായിരുന്നു. കൈൻഡ് ഓഫ് ഈ മാത്സിന്റെ ഒക്കെ വഴി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ എന്താ പറയാ ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. സോ അതിനുള്ള ഫോർമുലാസ് ആണ് ഈ ഗ്രാമർ ഇംഗ്ലീഷിൽ. ഇപ്പം ഒരിക്കലും ഞാൻ പറയില്ല ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. പക്ഷേ സ്പീഡ് ചെയ്യാൻ പറ്റും പ്രോസസ്സിന്. ഇപ്പം നമുക്ക് മാത്തമാറ്റിക്സിൽ ടേബിൾ ഇല്ലാതെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ലാതെ കൂട്ടാം. 2 2 4 പറയുന്നത് 2 2 4 3 3 6 അങ്ങനെ വേണേൽ ചെയ്യാം. 5 5 10 അങ്ങനെ വേണേൽ ചെയ്യാം. പക്ഷെ എത്ര നമ്മൾ കൂട്ടും? ലിമിറ്റ് ഉണ്ട് അല്ലേ, നമുക്ക് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസ് പഠിക്കുന്നത്, അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ ടോപ്പിക് ടു ഡിസ്കസ് ഓൺ അനദർ ഡേ. സോ ബട്ട് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമുക്കത് എന്തായാലും നമ്മൾ പോഡ്കാസ്റ്റിൽ അത് ഡിസ്കസ് ചെയ്യും, എന്തായാലും പറയും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഹോമിൻ്റെ കൂടെ എന്താ സൂര്യ 2 ചേർക്കാത്ത? കോമൻറ്റിൽ ഏറ്റവും ഹോം എന്നുള്ളൊരു വാക്ക് അറിയാതെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സൂര്യോ ആരെയോ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ 2 ചേർക്കാത്ത? ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. 2വിനോട് വിരോധം ഉണ്ടായിട്ടല്ല, 2 അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഹോം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ല. ഒബ്ജക്റ്റ് അല്ല എന്നല്ല, ഒബ്ജക്റ്റ് മാത്രമല്ല. കറക്റ്റ്, അതാണ് കറക്റ്റ്. ഒബ്ജക്റ്റ് മാത്രമല്ല. ഗ്രാമാറ്റിക്കലി സ്പീക്കിംഗ് യു കുഡ് സേ ദാറ്റ് ഇറ്റ്സ് എൻ അഡ്വേർബ് ഓഫ് പ്ലേസ്. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിഗിനർ സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഹോം എന്ന് പറയുന്ന ഒരു പ്ലേസ് മാത്രമല്ല, പ്ലേസ് അല്ല അത്. അതൊരു പ്ലേസിനെയും സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്, പക്ഷെ ഒരു പ്ലേസ് അല്ല. നമ്മൾ പ്ലേസിൻ്റെ കൂടെ 2 ചേർക്കുന്നത്. ടു ഹൗസ് എന്ന് നമുക്ക് പറയാം. ഐ എം ഗോയിങ് ടു ഹൗസ്. ഹൈദരാബാദ്. ഐ എം ഗോയിങ് ടു ഹൈദരാബാദ്. ഐ എം ഗോയിങ് ടു ഡൽഹി. അങ്ങനെ ഐ എം ഗോയിങ് ടു യൂറോപ്പ് അല്ലെങ്കിൽ UK അങ്ങനെ പറയാം. പക്ഷെ ദ തിങ് വിത്ത് ഹോം ഒരു പ്ലേസ് മാത്രമല്ല, അതൊരു അബ്സ്ട്രാക്ട് മീനിങ് അല്ല ഹോമിനുള്ളത്. പലതരത്തിലുള്ള, പലർക്കും ഹോം ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? എക്സാക്ട്ലി. സോ ഒരു ഡിബേറ്റ് ഓർമ്മയുണ്ടോ? ഏതോ ഒരു മിനിസ്റ്റർ പുറത്ത് പോയിട്ട് ഹൗസും ഹോമും ഐ ക്യാരി മൈ ഹൗസ് എവ്രിവെയർ എന്ന് പറയുന്നത്, അതിൽ ഒരു ഡിബേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ യു നോ. ഐ മീൻ സോ ഇതിൽ അവർ പറഞ്ഞു ഐ ക്യാരി മൈ ഹൗസ് എവ്രിവെയർ. സോ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് തെറ്റാണ്. ഐ ക്യാരി മൈ ഹോം ആണ്. ഹൗസ് ആണ് ഈ നമ്മൾ ഇഷ്ടിക കൊണ്ടും കല്ലും കൊണ്ടും ഉണ്ടാക്കുന്ന ബിൽഡിംഗ്. ഹോം ഇസ് ഡിഫറെന്റ്. ഹോം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. ഫോർ some people it will be an emotion. ചിലർക്ക് ട്രോമ ആയിരിക്കും, ചിലർക്ക് ഇമോഷൻ ആയിരിക്കും. സോ ഹോം എന്ന് പറയുന്നത് is a place where you be yourself, basically. You will not be having any filter. അതെ, no drama, you just be yourself. എന്നെക്കുറിച്ച് ആരെന്ത് വിചാരിക്കും എന്ന് നമ്മൾ വിചാരിക്കാതെ നമ്മളായിട്ടിരിക്കുന്ന സ്ഥലമാണ് ഹോം. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഈസ് ദ ന്യൂ ഡെഫിനിഷൻ ഓഫ് ഹോം. നമ്മൾ പറയത്തില്ല ഹീ ഈസ് മൈ ഹോം, ഷീ ഈസ് മൈ ഹോം, അല്ലെങ്കിൽ ഇന്ത്യ ഈസ് മൈ ഹോം എന്ന് പറയും. എന്ന് വെച്ചാൽ മൊത്തം ഇന്ത്യ നമ്മുടെ വീടാണോ? അല്ല, ഇറ്റ്സ് എ ഫീലിംഗ്. ഇന്ത്യ എൻ്റെതാണെന്നുള്ള ഫീലിംഗ് ആണ് ഹോം എന്ന് പറയുന്നത്. യു ഹേർഡ്, നീ കേട്ടിട്ടില്ലേ ഇന്ത്യ ഈസ് മൈ ഹോം? ബിക്കോസ് a lot of people പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ, ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താ പറയാ, ഈ ഐഡന്റിറ്റി ക്രൈസിസ്, കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ഒരു ബിലോങ്ങിങ് തോന്നുന്നത് കൂടുതലും ഇന്ത്യയുടെ അടുത്ത് ആയിരിക്കും. സോ വി ക്യാൻ സേ ഇന്ത്യ ഈസ് മൈ ഹോം എന്ന് പറയാം. സി ഇംഗ്ലീഷിൽ മെനി വേർഡ്സ് ആർ നോട്ട് ടേക്കൺ ലിറ്ററലി. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് തന്നെ ആയിരിക്കില്ല, നമ്മൾ പറയുന്ന വാക്കായിരിക്കില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ്. ഇഡിയംസ് അതിനൊരു എക്സാമ്പിൾ ആണ്. അതുപോലെയാണ് ഹോം കേട്ടോ. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇറ്റ് ക്യാൻ ബി എ പേഴ്സൺ, ഇറ്റ് ക്യാൻ ബി യുവർ പെറ്റ്. ഇറ്റ് ക്യാൻ ബി യുവർ പെറ്റ്, ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ബി യുവർ പെറ്റ്. ഇറ്റ് ക്യാൻ ബി എ പേഴ്സൺ, ഇറ്റ് ക്യാൻ ബി എ പ്ലാന്റ്, ഇറ്റ് ക്യാൻ ഈവൻ ബി യുവർ ബെഡ്. ബെഡ് ആകാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ പ്ലേസ് വെയർ യു ഓഫൺ വിസിറ്റ് ആൻഡ് യു ഫീൽ സേഫ് ദർ. ഒരു ചായക്കടയാകാം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം, ഫേവറേറ്റ് ഡോൾ അല്ലെങ്കിൽ ടോയ് ആവാം, എന്തും ആകാം. ഹോം ക്യാൻ ഈവൻ ബി ChatGPT for some people it could be ChatGPT. അതിലേക്ക് it's another thing to discuss. അപ്പം സോ അതാണ്. അപ്പം ഹോം ഇസ് സ്ട്രിക്ട്ലി നോട്ട് എ പ്ലേസ്. അതുകൊണ്ടാണ് 2 ചേർക്കാത്തത്. പക്ഷെ നമ്മൾ 2 ചേർക്കും എപ്പോഴാ? ടു മൈ ഹോം, ഒരു നൗണോ അല്ലെങ്കിൽ ഒരു പ്രോനൗണോ ഹോമിന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്യുമ്പോൾ. അതായത് ഇന്ന ആളുടെ വീട്, അവന്റെ വീട്, ഇയാളുടെ വീട്, ഗ്രാൻഡ് മദറിന്റെ വീട്, അങ്ങനെ പറയുമ്പോൾ I'm going to my grandmother's home. ഹോം.
അങ്ങനെ നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഹിസ് ഹോം, ഹർ ഹോം, നമ്മൾ പ്രൊണൗൺ യൂസ് ചെയ്തിട്ടോ അവളുടെ അവൻ്റെ എന്നൊക്കെ പറയുമ്പോഴാണ് എൻ്റെ, ടു മൈ ഹോം, അപ്പം നമ്മൾ ടു ചേർക്കും. അതർവൈസ് യു ഡോണ്ട് യൂസ് ടു വിത്ത് ഹോം. വിൽ ജസ്റ്റ് സേ ഡ്രമാറ്റിക്കലി ആണെങ്കിലും വിൽ സേ ഐ എം ഗോയിങ് ഹോം. ഐ എം ഗോയിങ് ഹോം. ഒരു പാട്ടുണ്ട് അങ്ങനെ ഇംഗ്ലീഷിൽ, ഞാൻ പാടുന്നില്ല, പാടി ഒരു വെറുപ്പിക്കുന്നില്ല. മൂവിയിലൊരു സീനുണ്ട്, ഒരു ടാക്സി ഡ്രൈവർ ചോദിക്കുക എവിടെ പോകേണ്ടത്, ഹോം. ഹോം. അതിൽ പിന്നെ പറയുന്ന ഡയലോഗ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. സോ ടേക്ക് മീ ഹോം എന്ന് പറയുന്നുണ്ട്. അത് ഹോം എവിടെയാകാം, ഏത് സ്ഥലമാണ്, ഡ്രൈവറിന് അറിയില്ലല്ലോ വീട് എവിടെയാണെന്ന്. സോ ഹോം ക്യാൻ ബി എനിത്തിങ്. സോ അപ്പോൾ നമ്മൾ ഐ തിങ്ക് വീവ് കവേർഡ് 5 questions ആൻഡ് 5 കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. ഇതിപ്പം ഭയങ്കര ഗംഭീര റെവലേഷൻ ആണെന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് ഫ്രീക്വന്റ്ലി പലർക്കുള്ള കൺഫ്യൂഷൻ, ഒരു ഡൗട്ടാണ്, കൺഫ്യൂഷനാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് പോയെന്നേ ഉള്ളൂ. എഗെയിൻ ഞാൻ പറയുന്നു, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ING യൂസ് ചെയ്യുന്നതും ആം യൂസ് ചെയ്തതും നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഓക്കെ, ആൻ യൂസ് ചെയ്യുന്നതും അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒത്തിരി നിങ്ങൾ തെറ്റ് പറ്റും എന്ന് ഫോക്കസ് ചെയ്യില്ല. ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത് തെറ്റ് പറ്റും, എന്തായാലും തെറ്റ് പറ്റും. ഈവൻ മലയാളത്തിൽ തന്നെ നമ്മൾ എല്ലാം ശരിയായിട്ടാണോ? എനിക്ക് ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടുന്നത്, ഞാൻ ബോർഡിൽ എന്തെഴുതിയാലും മണ്ടത്തരാം മലയാളത്തിൽ. എന്നിപ്പോൾ ഞാൻ മലയാളിയല്ലേ, ജനിച്ചതും വളർന്നതും ഇവിടെയാണ്, പക്ഷേ മലയാളിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ സംസാരത്തിലും വ്യത്യാസമുണ്ട്. നമ്മൾ മലയാളത്തിലായാലും പല സ്ഥലങ്ങളിൽ പല എൻ്റെ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടൊരു വല്ലാത്ത പ്രൊനൗൺസിയേഷൻ ഇപ്പം മലയാളത്തിൽ. സോ മിസ്റ്റേക്ക് പറ്റും. എനിക്കാണെങ്കിൽ പലരുടെ അടുത്തും പല ആക്സെന്റിൽ പല രീതിയിൽ ഞാൻ സംസാരിക്കാം. നാട്ടിൽ വിളിക്കുമ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ. എനിക്കൊരു തമിഴ് ഫ്രണ്ടൊക്കെ ഉണ്ട്, അവളെ വിളിക്കുമ്പോഴാണെങ്കിൽ ഞാൻ പക്ക മറ്റേ തമിഴ് ആക്സെന്റ് ഒക്കെ ഇംഗ്ലീഷുമായിട്ട് മിക്സ് ആക്കിയിട്ടാണ് സംസാരിക്കുക. സോ റൂംമേറ്റ്സ് ഒക്കെ കളിയാക്കും, നീ എന്ത് വൃത്തിയായിട്ട രീതിയിലാണ് നീ സംസാരിക്കുന്നത്. അത് അങ്ങനെ മലയാളം തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ വീട്ടിൽ വിളിക്കുമ്പോഴത്തേക്ക് അച്ഛനമ്മയുടെ വാൻഡം സൈഡാണ്, അപ്പോൾ ആ ഒരു ചായ ഉണ്ടായിരിക്കും. നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പക്ക പത്തനംതിട്ട രീതിയിലായിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. സോ അപ്പം നിങ്ങൾ ഒത്തിരി ഈവൻ സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് വീട്ടിൽ വിളിക്കുന്ന പോലെ ഇപ്പോൾ കണ്ണൂർ സ്ലാങ്ങിൽ എനിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവത്തില്ല. സോ അപ്പാരൻ്റ്ലി നമ്മൾ തെറ്റുമോ, ഞാൻ പറയുന്നത് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഇത് പഠിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനാണെങ്കിൽ മലയാളിയാണ്, ജനിച്ചത് വളർന്നത് പഠിച്ചതൊക്കെ നാട്ടിലാണ്. എന്നിരുന്ന് ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച ആളുകൾ എന്ത് വിചാരിക്കും, തെറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഐ വുഡൻറ്റ് ഹാവ് അച്ചീവ്ഡ് വാട്ട് ഐ ഹാവ് അച്ചീവ്ഡ് ടുഡേ. അത് ഡെഫിനറ്റ്ലി ലിമിറ്റഡ് ആയിരിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ തെറ്റ് പറ്റും, എന്തായാലും തെറ്റിൽ നിന്നാണ് ആൾക്കാർ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റില്ല എന്നല്ല, ഉറപ്പായിട്ടും പറ്റും. പക്ഷേ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലേണിംഗ്. അത്രയും വിചാരിച്ചാൽ മതി. ഓക്കെ, വി വിൽ ഓൾവേസ് ബി ബെറ്റർ പേഴ്സൺ ദാൻ വി വർ യെസ്റ്റർഡേ. യാ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ലേണിംഗ് ഈസ് അബൌട്ട്. ലേണിംഗ് അതാണ്, ബി എ ബെറ്റർ പേഴ്സൺ. ലൈക്ക് ഇപ്പം സൂര്യ പറഞ്ഞതുപോലെ ടുഡേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടുമോറോ നല്ലൊരാളാവുക, അത്രേ ഉള്ളൂ. അതാണ്, അത്രേ ഉള്ളൂ. സ്കിൽസ് അങ്ങനെയാണ്. വിൽ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് ആൻഡ് വിൽ പോളിഷ് ഇറ്റ്. സോ ഐ തിങ്ക് വീവ് കവേർഡ് ഓൾ ദ ഡൗട്ട്സ്. ആൻഡ് നിറ്റ്പിക്ക് ചെയ്യാതിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തത് കോമെൻറ്റ് ചെയ്യുക. വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ബാക്ക് ടു യു. ഉറപ്പായിട്ടില്ലേ, ആരെങ്കിലും ഒക്കെ മറുപടി എന്തായാലും തരും. അപ്പോൾ സോ അത് മാത്രമല്ല, നിങ്ങളുടെ കോമെൻറ്റ്സ് വെച്ചിട്ട് നമുക്കും വീഡിയോ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് കോമെന്റ്സിൽ നിങ്ങളുടെ മാത്രം ഡൗട്ട്സ് ആയിരിക്കില്ല, ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ട് ആയിരിക്കും. നിങ്ങളുടെ ഒരു ഡൗട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ് അല്ലേ. സോ ഡൗട്ട്സ് ചോദിക്കുക, വിൽ ക്ലിയർ ദം ഔട്ട് ഫോർ യു. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ. നമ്മൾ റാൻഡം ആയിട്ടുള്ള അല്ലാത്ത വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് വളരെ പോസ്റ്റ് ചെയ്യാറില്ല. സോ പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് അല്ലേ, കൂടുതലായിട്ടും ഇംഗ്ലീഷ് തീരെ അറിയാത്തവരാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് ഫ്രീ ആണ്. അതാണ്, ഫ്രീ ആണ്. ദാറ്റ് ഇസ് ദ പോയിന്റ്. ഫ്രീ ആണ്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെൻറ്റിലായാലും മറുപടി തരാറുണ്ട്. സോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങളുടെ ബേസിക്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കോമെൻറ്റ് ചെയ്യുക, അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ, ദിസ് ഇസ് സൂര്യ, സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mitra. Stop worrying, start learning.